ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൂട്ടുകാരെ? ചായപൊടിയൊക്കെ കഴിഞ്ഞോ? അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ സ്കൂളിൽ ജോലിക്ക് പോയി. സ്കൂളിലെ ജോലി കഴിഞ്ഞ് നേരെ വന്നിട്ട് സ്കൂളിൽ നിന്ന് 1 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി പഞ്ചായത്ത് വരെ പോകേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. നമ്മുടെ കുടുംബശ്രീയുടെ ആവശ്യമായിട്ട് പഞ്ചായത്ത് വരെ പോകണമായിരുന്നു. അങ്ങനെ പഞ്ചായത്ത് വരെ പോയി. അപ്പം നേരത്തെ ഇറങ്ങിയിട്ട് പഞ്ചായത്തിൽ പോയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരികയാണ്. ഞാൻ താക്കോലെടുത്തില്ലേ വണ്ടിയെന്ന്. അപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ രാവിലെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തില്ല. മുടിയൊക്കെ ഹെൽമെറ്റ് വെച്ചപ്പോൾ ഇതിനകത്ത് ചപ്പിയിരിക്കും. ഭയങ്കര വെയിൽ. ഇപ്പോൾ സമയം എന്താ? 4 മണിയാവുന്നു, 3:50. അപ്പോൾ ഞാൻ മാത്രമല്ല പോയത്, നമ്മുടെ കുടുംബശ്രീയിൽ കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഇവിടുന്ന് ഞാൻ എൻ്റെ വണ്ടിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അവർ കുറച്ച് പേര് രാവിലെ പോയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്നാമെന്ന് പറഞ്ഞു. ഇച്ചിരി താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം പോകേണ്ടി വന്നാൽ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ പാസ്ബുക്കും കാര്യങ്ങളും പേപ്പറുകളെല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ ആധാറും ഒക്കെ എടുത്തുകൊണ്ടാണ് പോയത്. പക്ഷേ താമസമുണ്ട്, ഉച്ച കഴിയുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ എല്ലാം ഒതുക്കിയിട്ട് ഞാൻ അവിടെ നേരെ നമ്മുടെ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ പോയത്. പിന്നെ ചേച്ചി പിന്നെ അവിടെ വേറെ 2 പേരും കൂടെ കഴിക്കാൻ വരും, സ്കൂളിൽ പിയൂണന്മാരൊക്കെ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു, നീ പോയിക്കോ, ഇപ്പോഴത്തേക്ക് ഞാനങ്ങ് വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി പിന്നെ ചേച്ചിയുടെ മോന് കൊണ്ടുവന്ന് അവിടെ ആക്കി. അങ്ങനെ ചെന്നു. കുറച്ച് താമസം ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പൊക്കെ ഇട്ടു. 2:30 ആയപ്പോഴത്തേനാണ് അവിടെ ചെന്നത്. പിന്നെ ഉപ്പൊക്കെ ഇട്ടു. 3:30 കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വെയില, നല്ല വെയിൽ. ഇപ്പോൾ വിശക്കുന്നുണ്ട്. അന്നേരം വെപ്രാളത്തിൽ ഇച്ചിരിയും ചോറ് വരുത്തുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നേ. പിന്നെ വേറെ എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർ കമൻ്റ് ഇടണം കേട്ടോ. പറയടി, ഡയമണ്ട് ഉണ്ടാക്കുമെന്ന്. ഇപ്പം എൻ്റെ മരുമോള് ഡയമണ്ട് ഉണ്ടാക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ മൈദാമാവ്, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി നെയ്യ്, ഇത്രയും കൂടി ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം വെച്ചിട്ട്, എന്നിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ട് പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് പിന്നെ നമ്മൾ എണ്ണ അടപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കണം. എന്നിട്ട് പഞ്ചസാര പാനിയാക്കിയതിലേക്കിട്ട് ഇളക്കി എടുക്കുക. അപ്പോൾ ഡയമണ്ട് റെഡിയായി. അങ്ങനെ ഇന്ന് എൻ്റെ 2ാമത്തെ മരുമോൾ വന്ന് ഇത് പോന്നു വീഡിയോ പിടിക്കാൻ എല്ലാത്തിനും ഓട്ടമാണ്. ഡയമണ്ട് ഉണ്ടാക്കി ചൂടാ. ഉപ്പിടാത്തോണ്ട് കുഴപ്പമുണ്ടോ? കൊള്ളല്ലേ? എന്താ വെച്ചത്? ഞങ്ങൾ വീഡിയോ കണ്ടായിരുന്നു, നിങ്ങൾ അവൻ ചോറൊക്കെ കഴിക്കുന്നത്. ആയി കൂട്ടുകാരെ, മഴ പെയ്യുന്നു. മഴ ആണോ? മേശരി വൈകിട്ട് വരുമ്പോൾ തരും നിങ്ങൾക്ക് കറണ്ട് എല്ലാം എടുത്തതിന്. അപ്പം മോളിവിടെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഭയങ്കര ചെടി നടിയിലായിരുന്നു കൂട്ടുകാർ. ഇവിടെ വേറെ കുറേ ചെടികളായിരുന്നു, അതെല്ലാം പിഴുത് മാറ്റിയിട്ട്
ചെടിച്ചട്ടിയിൽ ഇന്നലെ വെട്ടിക്കോട്ടമ്പലത്തിൽ പോയപ്പോൾ മേടിച്ചത്. ഇന്നലെ അല്ല, ഞായറാഴ്ച ചെടിച്ചട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ചെടികളെല്ലാം ഇങ്ങനെ മാറ്റി നട്ട്. അപ്പോൾ മോള് മീൻ മറക്കുകയാണ് കൂട്ടുകാരെ, മത്തി. നമ്മുടെ അരി അവിടെ അടുപ്പത്ത് വേവുന്നു. 1/2 കിലോ ബീഫ് വാങ്ങിച്ചു. അപ്പോൾ ഏട്ടൻ അത് വൃത്തിയാക്കുന്നു. ഞാൻ ഏട്ടനെ കാണിച്ചില്ല വീഡിയോ എടുത്തപ്പോൾ. എന്നെ നീ വീഡിയോ കാണിച്ചില്ലെന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലയോ? ഈ കാണിക്കണമെന്ന് പറയുമ്പോൾ പറയുകയും കൂടെ ചെയ്യണ്ടേ? വേണ്ടയില്ലേ? അപ്പോൾ നമ്മുടെ ബീഫിനുള്ള കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചിരണ്ടി വെച്ചിന്. ഇതെല്ലാം ഒന്ന് കഴുകി അരിഞ്ഞെടുക്കട്ടെ. പിന്നെ കരിയാപ്പില, നമ്മുടെ കരിയാപ്പിലയിലാണ്. അപ്പോൾ ഇന്ന് ബീഫ് കറി വെക്കുന്ന ഏട്ടനാണ്. അപ്പോൾ ഞാൻ ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ടു, പിന്നെ കരിയാപ്പില ഇട്ടു. ഇന്ന് എന്നോട് പറഞ്ഞു ഞാൻ തന്നെ കറി വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമേ ബീഫും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുക്കറിനകത്ത് വേവിച്ച് വെച്ചു. അതിന് ശേഷമാണ് പിന്നെ മൺചട്ടിക്കകത്തിൽ പിന്നെ കടുക് വറുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചുവന്നുള്ളിയൊക്കെ ഇട്ട് വഴറ്റി കറി വെക്കുന്നത്. അപ്പോൾ വീഡിയോ പിടിക്കുന്നത് മോളാണ്. അപ്പോൾ ആദ്യമേ സംസാരിക്കാതൊക്കെ നിന്ന് ഞാൻ പറഞ്ഞ് സംസാരിച്ചും കൂടെ എടുക്കാൻ. നമ്മളെല്ലാം കൂടി ഇട്ട് വഴറ്റുകയാണ്. നമ്മൾ അടച്ചു വെച്ചു. ഇനി അത് വേവട്ടെ. ഇനി നമ്മുടെ ഉള്ളി വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ മുളക് പൊടി ഇടാൻ പോകുന്നു. അതിനുശേഷം മല്ലിപ്പൊടി ഇടുകയാണ്. ഉപ്പിടുകയാണ്. പാകത്തിനിട്ടാൽ മതി. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ജസ്റ്റ്. നമ്മൾ ബീഫ് മസാല ഇടുകയാണ്. ബീഫ് അങ്ങോട്ട് കോരിയിടുന്നു. ലേശം ഗരം മസാല ഇടാം കേട്ടോ. ബീഫ് കറി വെന്തോ നമ്മൾ നോക്കുകയാണ്. വെന്തു. അയ്യോ, പുക കാരണമൊന്നും കാണുന്നില്ല. സൂപ്പർ. ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് കരിയാപ്പില മണ്ടയെ കൂടെ ഒന്ന് വിതറുകയാണ്. പുക കാരണമൊന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ വെന്തു. ഇനി ഞങ്ങൾ അത്താഴം കഴിക്കാൻ പോവുകയാണ്. നല്ല ബീഫ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് ഈ ചിക്കൻ കറിയും ബീഫ് കറിയും മീൻ കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ അങ്ങനെ വെക്കാനൊന്നും കൂടത്തില്ല. ഇടയ്ക്കെങ്ങാനും മനസ്സ് തോന്നിയേ ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അത്താഴത്തിന് ഇന്ന് ബീഫ് കറി, ചോറ്, തേങ്ങ വറുത്തരച്ച തീയൽ, മത്തി വറുത്തത്, ഇത്രയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരേ.